യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഭാഗവും നിങ്ങൾ ചിന്തിക്കും, ഈ ഭാഗം തന്നെ പാസ്റ്റർ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാനിത് ഓരോ അധ്യായമാണ്. 7-ാം അധ്യായം തൊട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, സമ്പൂർണ്ണ സമർപ്പണം, സ്വമേധാർപ്പണം, ആ ഭാഗങ്ങൾ 7-ാം അധ്യായം തൊട്ട് നമ്മൾ ചിന്തിക്കുക. 8-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചപ്പോഴും അത് തന്നെ അവിടെ പറയുന്നത്. ഇന്ന് ഞാൻ 9-ാം അധ്യായം ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ വരെ ഞാൻ ചിന്തിച്ചു പോയി. കാര്യം 9 എനിക്കറിയാം, നേരത്തെ ഞാനിവിടെ എത്ര ആവർത്തി പല ഭാഷകൾ കൊരിന്ത്യലേഖനം എടുത്തതാണ്. പക്ഷേ 9-ാം അധ്യായം 8ഉം 9ഉം ഞാനിവിടെ എൻ്റെ നോട്ട്സ് എഴുതിയിരിക്കുന്നിടത്ത് 9ഉം 10ഉം ചേർന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, 9 വീണ്ടും 8 നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചപ്പോൾ 9 വീണ്ടും അതിൻ്റെ ഒരു ആവർത്തനമാണ്. പക്ഷേ കർത്താവിന് തെറ്റ് പറ്റത്തില്ല. നമ്മളാ പലപ്പോഴും സ്കിപ്പ് ചെയ്യാനും ഇത് ആവർത്തനമാണെന്നൊക്കെ വിചാരിക്കും. കർത്താവിന് എന്ത് ചെയ്യത്തില്ല, തെറ്റ് പറ്റത്തില്ല. കൊരിന്തിയ സഭയോടും ഓരോ ദൈവമക്കളോട്, കൊരിന്തിയ സഭയ്ക്ക് മാത്രമുള്ള ലേഖനം അല്ലല്ലോ, തിരുവചനത്തിൻ്റെ അകത്ത് ചേർക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും. അപ്പം നമുക്കിതിൻ്റെ അകത്ത് 8-ാം അധ്യായത്തിൽ നമ്മൾ മിസ് ചെയ്ത ഭാഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഭാഗങ്ങളോട് പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 8:12, 8:12. ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, വില്ലിംഗ്ലി, ലെറ്റ് ഹിം ഗിവ് വില്ലിംഗ്ലി, മനസ്സോടുകൂടി, മനസ്സൊരുക്കം എന്നവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് മനസ്സോടുകൂടി നിങ്ങളത് എന്ത് ചെയ്യട്ടെ, കൊടുക്കട്ടെ. താഴോട്ടെല്ലാം വരുമ്പോൾ സങ്കടം കൊണ്ടല്ല, മനസ്സോടുകൂടി എന്ന് പറഞ്ഞിട്ടാണ് താഴോട്ട് 8:15. കൂടുതൽ പറക്കിയവൻ കൂടുതൽ പ്രാപിച്ചവൻ, കൂടുതൽ ശേഖരിച്ചവന് കൂടുതലുമില്ല, കുറച്ച് പറക്കിയവന് കുറവുമില്ല എന്ന് ദൈവസഭയിൽ, ഇതൊരു ആത്മീയ കുടുംബമാണല്ലോ, ദൈവസഭയിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം അന്ന് അധികം പറക്കിയവൻ്റെ മന്ന എന്ത് ചെയ്തത്, പുഴിപ്പിച്ച് കളഞ്ഞത്. കാര്യം അവൻ പറക്കിയത് സഹോദരന് കൊടുക്കാനല്ല പറക്കിയത്, അവൻ പറക്കിയത് എന്തിനാ, അവനവന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് ഇരിക്കട്ടെ ഒരു ശേഖരം എന്ന് പറക്കിയത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ആ പഴയ നിയമത്തിൽ നിന്ന് ആ ഭാഗം എടുത്തിട്ടാണ്. പുറപ്പാട് പുസ്തകം 16:18 അത് അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണിയായിട്ടാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ പറക്കിയവന് കൂടുതലും ലഭിച്ചില്ല, യഹോവയായ ദൈവമാണ് പറയുന്നത്, അത് തെറ്റത്തില്ല. കുറച്ച് പറക്കിയവന് കുറവുമായില്ല. അപ്പം ഒരു ആത്മീയ കൂട്ടത്തിൽ, ഒരു ആത്മീയ കുടുംബത്തിൽ, ഒരു സഭയിൽ ആർക്കും കൂടുതലും കുറവും ഇല്ലാതെ ബാലൻസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അത് എത്ര നല്ലതാണ്. ഒരിക്കലും ഒരു സഹോദരൻ വേറൊരു സഹോദരനെ നോക്കി ഞാൻ വലിയവനാ, നീ ചെറിയവനാ, അല്ലെങ്കിൽ ഞാൻ ഏതാണ്ടാന്നോ എനിക്ക് ഏതാണ്ടുണ്ട് എന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം എന്ത് ചെയ്യും, അധികം പറക്കിയവൻ്റെ അധികം എന്ത് ചെയ്യും, പ്രയോജനമില്ലാതായി തീരും. അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. താഴെ വീണ്ടും അതിൻ്റെ 17-ാമത്തെ വാക്യം, അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഈ തീത്തോസ് ആ ഒരു ശുശ്രൂഷയായിട്ട് ചെയ്യുവാൻ അതിനൊക്കെ വളരെ ഉത്സാഹം കാണിച്ച ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ 18-ാം അധ്യായം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചോണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. കൊരിന്തിയ സഭയോട് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ ഒരു 1ഉം 2ഉം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ഒന്നിച്ച് നിങ്ങൾ മാറ്റി വെക്കാൻ നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല, ഒന്നിച്ച് മാറ്റി വെക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ആഴ്ച തോറും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ശേഖരം മാറ്റി വെക്കണം. 1 അവിടെ എഴുതിയിരിക്കുന്നത് ആർക്കും ഒരു കുറവ് വരാതെ, 2 കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു കുറവ് വരാതെ നിങ്ങൾ മാറ്റി വെക്കണം എന്ന് ഓൾറെഡി 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടാണ് ഞാൻ ഒരാണ്ട് മുൻപേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇവിടെ ഈ അധ്യായത്തിൽ വീണ്ടും എഴുതിയിരിക്കുന്നത്. എന്തിനാണ്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ കൊടുത്തില്ലല്ലോ എന്നാ കുഴപ്പം, എന്തിനാ? കഴിഞ്ഞ ആഴ്ച ലാസ്റ്റിൽ ഞാനൊന്ന് ഓർപ്പിച്ചത്, ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് 4:17. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഏതോ നിങ്ങളുടെ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇത് താനൊരു ഉപദേശിയ, താൻ ഓരോരുത്തരെയും ആ തികവിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
നിങ്ങൾ തന്നില്ലേലും കർത്താവിൻ്റെ വേല നടക്കും. കർത്താവ് വേറൊരാളെ ഒരുക്കും. യെരൂശലേമിലെ സഭ അല്ലെങ്കിൽ ഓരോ ക്ഷീണമുള്ള സഹോദരങ്ങൾ പൗലോസിന് ആ കാര്യങ്ങൾ കർത്താവ് കൊടുക്കും. പൗലോസ് ആ കാര്യങ്ങൾ നീതിയോടുകൂടി കർത്താവിന് വേണ്ടി ചെയ്യും. അതെല്ലാം വളരെ വ്യക്തമാണ്. അപ്പം എനിക്ക് തരാൻ വേണ്ടിയല്ല, അതെനിക്കുള്ളതും അല്ല. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്, അത് സോ ദാറ്റ് യുവർ അക്കൗണ്ട് മൈറ്റ് ബി ഫ്രൂട്ട്ഫുൾ അല്ലെ മൈറ്റ് ബി ഫുൾ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. നിങ്ങളുടെ കണക്കിലേക്ക് പ്രതിഫലം, ഏറുന്ന ഫലം, അത് ഈ ലോകത്തിലും 100 ഇരട്ടി, സ്വർഗത്തിലും വലിയ പ്രതിഫലം, നിത്യ പ്രതിഫലമായിട്ട്. അപ്പം നമുക്കൊരു അക്കൗണ്ടുണ്ട്, നമുക്കൊരു പേജുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞത് കാശിൻ്റെ മാത്രമല്ല, എല്ലാ രീതിയിലും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പണം. ഏതൊരു വിഷയം ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, ഇനി വചനത്തിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന നിങ്ങളുടെ വീട്ടിൽ വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരാൾക്ക് 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത്രയ്ക്ക്, അതുപോലും അക്കൗണ്ടിൽ എഴുതും. ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ അക്കൗണ്ടാണ്. 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം കിട്ടാതെ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ദൈവമക്കളൊക്കെ വരാൻ ആദ്യം എന്ത് ചെയ്യണം? അനുവദിക്കണം. അനുവദിച്ചാലല്ലേ നിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതൊരു വിഷയത്തിനും ദൈവവേലയ്ക്ക് ദൈവമക്കൾക്ക് ചെയ്യുവാൻ, അവരുടെ സന്തോഷത്തിനായിട്ട് അവരെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ഉള്ള എല്ലാ അവസരങ്ങളും, ദൈവം തരുന്ന അവസരങ്ങൾ, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അവിടാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ, നമ്മുടെ പേജിൽ ഓരോ ചെറിയ വിഷയം, 1 ഗ്ലാസ് വെള്ളം കൊടുത്ത വിഷയം പോലും, അത് കഴിഞ്ഞ് ഓരോ എന്തൊക്കെ നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ, ദൈവനാമത്തിന് വേണ്ടി നമ്മുടെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയാൽ, നമ്മുടെ പ്രവർത്തനത്താൽ എവിടെയൊക്കെ നമ്മൾ അവൈലബിൾ ആയിത്തീരണം, അതിനെല്ലാം 100 ഇരട്ടി പ്രതിഫലം കിട്ടും നിശ്ചയം. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം കിട്ടിയില്ലല്ലോ. ഇപ്പം പൗലോസിനും കിട്ടിയില്ല. പൗലോസ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു. ലാസ്റ്റ് തനിക്ക് എന്തുണ്ടായിരുന്നു? തൻ്റെ അസറ്റായിട്ട് എന്തുണ്ടായിരുന്നു? ഒരു പുതപ്പും തൻ്റെ ബൈബിൾ ക്ലാസ്സിൻ്റെ നോട്ട്സും ചുരുളും അതിങ്ങനെ കൊണ്ടുവന്നെ ആകെപ്പാടെ തൻ്റെ അസറ്റായിട്ട് ഉണ്ടായിരുന്നു. താൻ പ്രവർത്തിച്ച പോലെ 3 ഭൂഖണ്ഡത്തെ ഗ്രാമം തോറും. അപ്പോൾ പ്രതിഫലം ഇവിടെ അല്ല കിട്ടുന്നതെന്ന് വചനത്തിൽ വ്യക്തമാണ്. യേശു കർത്താവിൻ്റെ ജീവിതം, ഒരു മനുഷ്യനെപ്പോൾ താൻ ജീവിച്ചത് ഇവിടെ അല്ല കിട്ടുന്ന പ്രതിഫലം. ഇവിടെ കുറവില്ലാതെ ലജ്ജിച്ചു പോകാതെ കർത്താവ് നടത്തും. അത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ബാക്കിയൊന്നും പ്രോമിസാന്നൊന്നും പറഞ്ഞ് ആരെങ്കിലും പ്രസംഗിച്ച് കേട്ട് അതിന് ആമേനും പറഞ്ഞ് നടക്കല്ലേ. സ്തോത്രം. വചനത്തിലില്ല. വചനത്തിൻ്റെ എവിടെയെങ്കിലും ബ്രാക്കറ്റ് ഇട്ട് കോട്ടി പഠിപ്പിക്കുന്നത് മാത്രമാണ്. തിരുവചനത്തിലില്ല. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലില്ല. കർത്താവിൻ്റെ ജീവിതത്തിലില്ല. അവർ പോകുന്നിടത്തല്ലേ നമ്മളും പോകേണ്ടത്. വേറെ വഴി വല്ലതും ഉണ്ടോ? അവർക്കൊരു വേറെ വഴി, നമുക്കൊരു, ഈ കാലഘട്ടം ആയതുകൊണ്ട് നമുക്കൊരു വേറെ വഴി ഉണ്ടോ? അവർ പോകുന്ന വഴിയാ. വളരെ പ്രാഗൽഭ്യത്തോടല്ലേ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? അതുകൊണ്ട് ലോകത്തിൽ കുറവില്ലാതെ കർത്താവ് നടത്തും. ഒരു ആത്മീയ കുടുംബത്തിൽ, സഭയിൽ കർത്താവ് കുറവില്ലാതെ ബാലൻസിൽ നടത്തും. അതുകൊണ്ട് ആരും ആരേക്കാൾ വലിയവനാകാൻ ശ്രമിക്കേണ്ട. അധികമെല്ലാം പഴയ നിയമത്തിലെ വചനഭാഗമാണല്ലോ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, എൻ്റെ അക്കൗണ്ടിൽ അല്ലെ ഞങ്ങൾക്ക് കിട്ടാനല്ല, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ കണക്കിലേക്ക് അത് പ്രതിഫലമായിട്ടും വലിയ ഫലമായിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആ ചെയ്യുന്നത് സ്വമേധയാൽ, സന്തോഷത്തോടുകൂടി. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, അതിന് നല്ല വിശ്വസ്തനായ തീത്തോസും തൻ്റെ കൂടെ വരുന്ന സഹോദരനും, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിച്ചതാണ്. അപ്പം ഈ ധർമ്മശേഖരം അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ എത്ര വിശ്വസ്തനായിരിക്കണം. യേശുവിൻ്റെ കൂടെ നടന്ന യൂദാസിന് പോലും കണക്ക് സഞ്ചി എടുത്തുകൊണ്ട് നടന്നപ്പോൾ വിശ്വസ്തനായി തീരുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് അവസാനം വരെയും അവനൊന്നും സുബോധം വന്നോട്ടെ, അവൻ നഷ്ടപ്പെട്ടു പോകുന്നത്, അവൻ ആത്മഹത്യ ചെയ്യുന്നത്, അവൻ നഷ്ടപ്പെട്ടു പോകുന്നത്, അവൻ ലജ്ജിച്ച് പോകുന്നു. ഇത്രയും കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ആ യഹൂദന്മാരുടെ ഇടയ്ക്കും തൻ്റെ കുടുംബക്കാരുടെ ഇടയ്ക്ക് താൻ നിത്യത ഇല്ലാതായി ലജ്ജിച്ച് പോകുന്ന, ലോകത്തിലും നിത്യതയിലും എല്ലാം ലജ്ജിച്ച് പോകുന്നത് കർത്താവിന് മനസ്സില്ലാതെ ഒരു ചാൻസോട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ കൊടുക്കുന്നവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത്. അത് പറഞ്ഞിട്ട് പോലും തനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എത്ര കർത്താവ് ഇടപെട്ടാലും കല്ലായിട്ട് അങ്ങ് ഇരിക്കാൻ കാരണം എന്തുവായി? ദ്രവ്യാഗ്രഹം. ഈ ദ്രവ്യാഗ്രഹം നമ്മളെ മരവിപ്പിച്ച് കളയും. യൂദാസിൻ്റെ ജീവിതം എത്ര വ്യക്തമാണ്. ദ്രവ്യാഗ്രഹം നമ്മളെ ദൈവത്തിന് മുമ്പിൽ കരിങ്കല്ല് പോലാക്കും. എത്ര കർത്താവ് ഇടപെട്ടാലും കുലുങ്ങാത്ത രീതിയിൽ
നമ്മളെ ആക്കുന്ന അതുപോലെ അവസാനം എന്ത് ചെയ്തു? വചനം പറഞ്ഞോൾ ദ്രവ്യാഗ്രഹമാണ് സകല ദോഷത്തിൻ്റെ മൂലകാരണം. ഞാൻ പറഞ്ഞ അനേക ദൈവദാസന്മാർ തെറ്റിപ്പോൾ, അനേക മിനിസ്ട്രീസ്, അനേകർ കാഴ്ചപ്പാട് മാറിപ്പോയി, അനേകർ കൂട്ടങ്ങൾ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. അവിടെ പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ ഒട്ടനെ ദൂരാത്മാവ് വ്യാപരിക്കും, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോഴും യേശുവിനെ ആയിരിക്കും പ്രസംഗിക്കുന്നത്, അപ്പോഴും പുതിയ നിയമത്തിൽ നിന്നൊക്കെ എടുത്ത് പ്രസംഗിക്കും. ഇവിടുന്ന് അല്ലാതെ എവിടെ യേശുവിനെ പ്രസംഗിക്കാൻ പറ്റുന്ന? പക്ഷേ ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം മാറിപ്പോവും. നിന്നെ ലോകത്തിൽ വലിയവനാക്കും. ഉയർത്തിലെ കാര്യങ്ങൾ, കഷ്ടതയോടുകൂടി ക്രൂശിൻ്റെ പാത, സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ മാറിപ്പോവും. നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ഏരിയകളെല്ലാം ചിന്തിച്ചതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം കർത്താവ് പറഞ്ഞൊരു ഭാഗം കൂടെ ഒന്നുകൂടെ ഞാനത് വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 10-11. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും. ഇവിടെ എത്ര ആഴമുള്ള മർമ്മങ്ങളാണ് എഴുതിയിരിക്കുന്നില്ലേ? എന്തിലാ വിശ്വസ്തനായി തീരണ്ട? ഇതൊരു ഈ പണം എന്ന് പറഞ്ഞാൽ പറയില്ല. 7-ാം അധ്യായത്തിൽ ഇത് പറയുന്നു, 8-ാം അധ്യായത്തിൽ ഇത് പറയുന്നു, 9-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. 2 കൊരിന്ത്യൻ്റെ പ്രധാന ഭാഗം ഇതാണോ? പണവിഷയത്തിൽ വിശ്വസ്തനായി തീരുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നു എന്തുവാ? ഈ മാമോനെ പറ്റിയാ, ഈ വിഷയത്തിൽ നീ വിശ്വസ്തനായി തീർന്നില്ലെങ്കിൽ ആര് നിന്നെ വലിയ കാര്യങ്ങൾ പരമേൽപ്പിക്കും? അപ്പം ദൈവം നമ്മളെ ഒരു ശുശ്രൂഷ പരമേൽപ്പിക്കുവാൻ, ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുവാൻ, ദൈവം നമ്മളെ കൃപാവരങ്ങളാൽ നിറയ്ക്കുവാൻ, ദൈവം നമ്മളെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആർക്ക് വേണേലും ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിലോ, ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്, എവിടെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പേപ്പർ കഷ്ടവും എടുത്തുകൊണ്ട് എനിക്ക് തിയോളജിയിൽ CTH കിട്ടി, DTH കിട്ടി, BTH കിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ അറിവ്, ചിലർക്ക് സംസാരിക്കാൻ അറിയാം, എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കാം, അവിടുന്ന് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ചിലർക്ക് നല്ല പോലെ വാഗ്മികളായിട്ട് ഇതൊന്നും അല്ല ദൈവമക്കളെ ശുശ്രൂഷ. ആൾക്കാർ രൂപാന്തരപ്പെടണം, ആൾക്കാർ മാനസാന്തരപ്പെടണം. പിശാചിൻ്റെ പിടിയിലിരിക്കുന്നവനെ പിശാചിനോട് ആദ്യം പിശാചിൻ്റെ മൂക്കത്തിട്ടിടിച്ചിട്ടാണ് അവനെ താഴെ ഇട്ടിട്ട് മാത്രമേ അവൻ പിടിച്ചു വെച്ചിരിക്കുന്നവനെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. അവിടെയൊക്കെ ചെന്ന് പിശാചിനോട് നേരിട്ട് പോരാടുമ്പോൾ എനിക്ക് ജീവിതമില്ലെങ്കിൽ, ഞാൻ വിശ്വസ്തനല്ലെങ്കിൽ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ, അഭിഷേകമില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? പിശാചിനെ വിട്ടുകളയുമോ? ആ സ്കേവയുടെ മക്കളെ ലജ്ജിപ്പിച്ച പോലെ ലജ്ജിപ്പിക്കും. അങ്ങനെയുള്ളവരാ പൊതുവേ അധികം പോരാട്ട കേസിനൊക്കെ പോകാതിരിക്കുന്നത്. അവർക്കറിയാം ചെന്നാൽ എന്ത് ചെയ്യും? പിശാചിൻ്റെ കാര്യം നല്ല അടി കിട്ടും, ലജ്ജിച്ചു പോകും എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തൻ. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്? മാമോനെ പറ്റിയാ എന്ന് പറയുന്നത്. ഇഫ് യു നോട്ട് ബിക്കം ഫെയ്ത്ത്ഫുൾ ഇൻ ദ അൺറൈച്ചസ് മാമോൻ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അനീതിയുടെ മാമോൻ, ഈ പണത്തെപ്പറ്റി എന്തുവാ കർത്താവ് പറയുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് ആവശ്യമായി പണം, ആഹാരം കഴിക്കാൻ, ശമ്പളം ആവശ്യമാണ്. നമ്മളെല്ലാം ഓരോ മാസവും നമ്മുടെ കിട്ടുന്ന വരുമാനം അനുസരിച്ച് ജീവിക്കുന്നവർ അവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് ആവശ്യം. ഒരു മാസം കിട്ടിയില്ല, നമ്മുടെ വാടക അടയ്ക്കാൻ പറ്റില്ല, നമ്മുടെ ബില്ലുകൾ അടയ്ക്കാൻ പറ്റത്തില്ല, ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. സത്യമാണ്. പക്ഷെ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ഓർത്തോണം, ഇതെന്നെ വീഴ്ത്തിക്കളയുവാൻ ഇതിന് ശക്തിയുണ്ട്, ഇതെന്നെ തെറ്റിച്ച് കളയുവാൻ വളരെ പ്രലോഭനമുള്ള ഒരു സാധനം. കണക്കിൻ്റെ വിഷയത്തിൽ അനീതിയുള്ള മാമോൻ, ഇവിടെ ഞാൻ അവിശ്വസ്തനായി തീർന്നാൽ ദൈവം എന്നെ പിന്നെ നീതിയുള്ള കാര്യങ്ങൾ നിന്നെ പരമേൽപ്പിക്കുന്നു. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദൈവമക്കളും, ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ലേവ്യർ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ പോലും അവരുടെ ദശാംശം എന്ത് ചെയ്യണം? കർത്താവിന് കൊടുക്കണം. ലേവ്യർ. അപ്പോൾ അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്തുവാ? എല്ലാവരും കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ വേല, പൊതുവേ കർത്താവിൻ്റെ ദാസന്മാരുടെ ഇടയ്ക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്, അവർ ഈ വാങ്ങിക്കുന്നവരാ അല്ല. അതുകൊണ്ടാണ് പല ദൈവദാസന്മാരും എപ്പോഴും ഓട്ടപ്പേഴ്സായിട്ട് കിടക്കുന്നത്. ഈ വിഷയം ഞങ്ങൾ പല ദൈവദാസന്മാരുടെ അടുത്ത് വ്യക്തിപരമായി പഠിപ്പിച്ച് അവർ ആ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ നീതി അവരുടെ ജീവിതത്തിൽ വരുന്ന ഞങ്ങൾ കണ്ടതാ കഴിഞ്ഞ നാളുകൾ. അതുകൊണ്ടാണ് അനുഭവത്തിൽ നിന്ന് ആ കാര്യങ്ങൾ പറയുന്നത്. എല്ലാവരും അത് പഴയ നിയമത്തിൽ ഒരു ദശാംശം മാത്രമാണ്, പുതിയ നിയമത്തിൽ ഒരു ഓഹരി എന്ന് എഴുതിയിരിക്കുന്ന. എന്നിട്ട് വീണ്ടും കർത്താവ് എഴുതിയിട്ടുണ്ട്, പരീശൻ്റെ നീതിയേക്കാൾ നിൻ്റെ നീതി കവിയുന്നില്ലെങ്കിൽ. പരീശൻ്റെ നീതി എത്ര? അവൻ ജീരകത്തിന് പോലും എന്ത് ചെയ്യും? 10% കൊടുക്കും. അപ്പം നിൻ്റെ നീതി കവിയുന്നില്ലെങ്കിൽ, ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ബൈ നോ മീൻസ് യു വിൽ എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്.
മലയാളത്തിൽ ഹല്ലേലൂയ ഒരു കാരണവശാലും അവിടെ എഴുതിയിട്ടില്ല നീ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല. മൂലഭാഷയിൽ അവിടെ എഴുതിയിട്ടുണ്ട് ബൈ നോ മീൻസ്. പരീക്ഷൻ്റെ നീതിയേക്കാൾ നിൻ്റെ നീതി കവിയുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല, സ്വർഗരാജ്യത്തിൽ കൊണ്ടുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, അപ്പോസ്തലന്മാരല്ല. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭാഗങ്ങളൊക്കെ പഠിച്ച കാലത്ത് എൻ്റെ ചെറിയ പ്രായത്തിൽ തൊട്ട് എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, 10% എന്തുവായാലും കൂടണം. ഞാൻ എൻ്റെ ചെറിയ ജോലി തുടങ്ങിയപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ട്രെയിനി ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്, അന്ന് സ്റ്റൈപ്പൻഡേ ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അത് പിന്നെ ശമ്പളമായത്. പിന്നെ വേറൊരു സ്ഥാപനത്തിലും പഠിപ്പിച്ചു. അത് പെട്ടെന്ന് അത് വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുക, ചെറിയ സ്റ്റൈപ്പൻഡ് ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഞാൻ ദൈവസന്നിധിയിലെടുത്ത് 0.5 അതിൻ്റെ ഇരട്ടിയുമല്ല, അതിൻ്റെ മേലുള്ള ഒരു പെർസെൻറ്റേജ് ഞാൻ ദൈവസന്നിധിയിൽ അന്ന് തീരുമാനമെടുത്ത്. ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിലും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ കർത്താവ് എന്നെ അനുവദിക്കുന്നുണ്ട്. പ്രാഗൽഭ്യത്തോടുകൂടി ഈ ഭാഗമൊക്കെ എനിക്ക് ശുശ്രൂഷിക്കാം. കാരണം നമ്മളത് മാറ്റി വെച്ചില്ലെങ്കിൽ, കഴിഞ്ഞ നാളുകളെല്ലാം ഞാനത് മാറ്റി ഒരു പെട്ടിക്കകത്തത് വെക്കുമായിരുന്നു. കാര്യം എന്ത് ചെയ്യണം, ബൈബിൾ പറയുന്ന പോലെ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞാൽ കർത്താവിന് എന്ത് വരില്ല, കുറവ് വരില്ല. ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നോക്കുമ്പോൾ ആ പെട്ടിക്കകത്തുനിന്ന് അതിൻ്റെ അകത്ത് കാണണം. എൻ്റെ പേഴ്സണൽ അകത്ത് കണ്ടില്ലേലും എന്ത് കാണണം, അതിൻ്റെ അകത്തുനിന്ന് കാണണം. അതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ആവശ്യം വരുമ്പോൾ പോലും എടുക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന വേറെ അക്കൗണ്ടിലോട്ടാണ് മാറ്റിയിടുന്നത്. എങ്കിലും അല്ലെങ്കിൽ അതിലും കൂടുതൽ ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. ഞാൻ ഒരു കാര്യം, മാനസിക ഒരു ചിന്തയാണ് ഈ പറയുന്നത്. എനിക്കും വന്നത് ചെറിയ സ്റ്റൈപ്പൻഡ് ആയിരുന്ന സമയത്ത് അതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന ശതമാനം കൊടുക്കാൻ വളരെ സന്തോഷമായിരുന്നു. ഇച്ചിരിയേ ഉള്ളൂ അതിൻ്റെ. പക്ഷെങ്കിൽ അത് ശമ്പളം വലുതായപ്പോൾ, പെർമനൻ്റ് ആയപ്പോൾ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടോടുകൂടി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും വരുമാനം വന്നപ്പോൾ ബൈബിൾ എന്തോ പറയുന്ന മനസ്സോടുകൂടി ഇല്ലേ, നമുക്ക് അത്രയും മാറ്റി വെച്ചാൽ പിന്നെ നമ്മുടെ ചിലവെല്ലാം എങ്ങനെ നടക്കും. ചിലവും കൂടുതലാണ്. ചിലവ് ആർക്കാ കൂടുതലില്ലാത്ത ഈ കാലഘട്ടത്തിൽ? ചിലവ് കൂടുതലാന്ന്, എല്ലാം ചിലവാണ്. സ്തോത്രം. പക്ഷേ കർത്താവിനുള്ളത് ആ മലാക്കിയിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, നീ കർത്താവിൻ്റേത് എടുത്താൽ യു ആർ റോബിങ് ഗോഡ്. നീ ദൈവത്തിൻ്റേത് എന്ത് ചെയ്യുന്നു, മോഷ്ടിക്കും. ഞാൻ ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മൾ പലപ്പോഴും വിചാരിക്കും, അയ്യോ ഇതുവരെയും എനിക്ക് കുഴപ്പമൊന്നും വന്നില്ലല്ലോ. അല്ലല്ല, അത് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് നിത്യതയിലും കാണാൻ പോകും, ന്യായവിധിയിലും കാണാൻ പോകും. അനീതിയുള്ള മാമോൻ്റെ വിഷയത്തിൽ അനീതി കാണിച്ചാൽ ദൈവം നിന്നെ എന്തു വരമേൽപ്പിക്കും എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ദൈവസന്നിധിയിൽ പിശാച് നമ്മൾക്ക് വിരോധമായിട്ട് അവകാശം പറയാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7-ാം അധ്യായം 8-ാം അധ്യായം ഈ കൊരിന്തിയ സഭ ഈ വിഷയത്തിൽ വളരെ, നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, പിശുക്ക്. പരിശുദ്ധാത്മാവ് അങ്ങനെ പച്ചക്ക് അങ്ങ് പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, പിശുക്ക് കാണിക്കല്ല. അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 7, 8, 9 ഞാൻ പറഞ്ഞല്ലോ. 9-ാം അധ്യായം പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് 10-ാം അധ്യായത്തിലോട്ട് പോകാനിരുന്ന. പിന്നെ ഞാൻ ഇന്നലെ രാത്രി വായിച്ചപ്പോഴും രാവിലെ വായിച്ചപ്പോഴും ഒക്കെ ഇതിൻ്റെ അകത്തോടും കർത്താവിന് സംസാരിക്കാനുണ്ട്. ഒരു അധ്യായം കർത്താവ് വെറുതെ എഴുതത്തില്ല. സ്കിപ്പ് ചെയ്യാനൊന്നും എനിക്ക് ദൈവം അവകാശം തന്നിട്ടില്ല. വാക്യപ്രതിവായിട്ട് ഞാനും എന്നെ തന്നെ ശോധന ചെയ്യാം, നമുക്ക് ഓരോരുത്തർക്കും ആ ഭാഗം. അപ്പം ഇവിടെ 9:1 അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ എഴുതിയതാ, നേരത്തെ എഴുതിയതാ, പറഞ്ഞതാ, തീത്തോസിനെ വിട്ടതാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം അറിയാത്തതല്ല, ആത്മീയ ബലമുണ്ടായിരുന്ന കാലത്ത് ഇവർ ചെയ്തതാ. ആത്മീയ ക്ഷീണം വന്നപ്പോൾ പലവിധ പാപം, വലിയ വലിയ പാപങ്ങൾ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുക, കൊരിന്ത്യ സഭയെ ഒരു എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ആത്മീയ ക്ഷീണം വരുമ്പോഴാണ് ഒരാൾ ഈ വിഷയത്തിന് മടി കാണിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അവർക്കുണ്ട്, പക്ഷേ കൊടുക്കുവാൻ മനസ്സില്ലാത്ത ഒരവസ്ഥയാണ്. താഴോട്ട് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്. അത് 2-3 വായിച്ചു. ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത്. മക്കെദോന്യ സഭയും അക്കായ സഭയും 1 വർഷം മുമ്പേ അവർ ഒരുങ്ങി, അവരാ കാര്യം ചെയ്തു. അത് നിങ്ങൾ അറിയാത്തവരല്ല. ഞാൻ അവരോടും നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നപ്പോൾ നിങ്ങളും ആ കാര്യം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ വിഷയത്തിലും നിങ്ങൾ ആത്മീയമായിട്ട് 1 കൊരിന്ത്യർ ആ ലേഖനം എഴുതി നിങ്ങൾക്ക് അയച്ചു. നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടായി. നിങ്ങളെപ്പറ്റി ഞാനൊരു പ്രശംസ പറഞ്ഞു അവരോട്. താനിവിടെ എല്ലാം യാത്ര ചെയ്യുന്നതാണ്. താൻ 2 കൊരിന്ത്യരിൻ്റെ ഇടയ്ക്ക് താൻ അക്കായയിൽ പോയ കാര്യം നമുക്കറിയാം. മക്കെദോന്യ സഭകൾ നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ എങ്ങോട്ട് അയച്ചു? അക്കായ് സഭകളല്ല, മക്കെദോന്യയ്ക്ക് അയച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചതാണ്, തുടക്കത്തിൽ നമ്മൾ വായിച്ചത്. അപ്പം അവരെ കണ്ടപ്പോൾ പറഞ്ഞു, 1 കൊരിന്ത്യർ എഴുതി ഞാൻ തിമോത്തിയോസ് വഴി അയച്ചു. അവരത് വായിച്ചു, അവർ വളരെ കർത്താവിൽ സന്തോഷിച്ചു, അവർ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഞാനൊരു പ്രശംസയും പറഞ്ഞു. നിങ്ങളുടെ എല്ലാ ആ പ്രശംസ എന്ത് ചെയ്യല്ല,
വെറുതെ ആയി പോകല്ലേ. 4 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പക്ഷേ മക്കതോന്യർ എന്നോട് കൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യം നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. നീ അതിധൈര്യം നിമിത്തം, കോൺഫിഡൻറ്റ് ബോസ്റ്റിംഗ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. നിങ്ങളെപ്പറ്റി നിങ്ങൾ കൊടുക്കും, നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കും എന്ന് നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ധൈര്യത്തോടു കൂടി നിങ്ങളൊരു മാറ്റം ഉണ്ടായല്ലോ. ആത്മീയ മാറ്റം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിനും എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. ഇത് ശുശ്രൂഷകളിൽ ഒന്നാണ് ഗിഫ്റ്റ് ഓഫ് ഗിവിങ്. അതിനെപ്പോഴും പൗലോസ് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചാൽ ഒരു ശേഖരം വേണം. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ പേഴ്സിൽ കാണത്തില്ല. നമുക്ക് എല്ലാവർക്കും വരുമാനം കിട്ടുന്ന, കൂടുതലും ആൾക്കാർക്കോ ആദ്യത്തെ ആഴ്ച ശമ്പളം കിട്ടുന്നില്ലേ? എന്ത് വരുമാനമാണെങ്കിലും, വാടകയാണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച കൂടുതലും സാധാരണ കിട്ടും. ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടുമ്പോൾ നമ്മൾ സാധാരണ എന്തോ ചെയ്യുന്നത്? ഇതിന് മാറ്റി വെച്ചു, ഇതിന് മാറ്റി വെച്ചു, ഇതിന് മാറ്റി വെച്ചു, ഇതിന് മാറ്റി, ബാക്കി എന്തുണ്ട്? എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കഷ്ടി ആ മാസം ചിലവ് കഴിയാനുള്ളത് ഒട്ട് വേറെ ഒന്നും അധികം കാണത്തില്ല. അത് എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ്. എല്ലാവരുടെയും കാര്യം ചിലവുകൾ നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അറിയാതെ നമ്മുടെ ജീവിത രീതി മാറുന്നു, ചിലവുകൾ കൂടുന്നു. ആൾക്കാരൊക്കെ ഇപ്പം പറയുന്നത് AC ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബില്ലൊക്കെ വരുമ്പോൾ ബാക്കി കണ്ടോളാം, ഇല്ലാതെ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ജനിച്ചപ്പോഴേ AC-ക്കകത്താണല്ലോ ജനിച്ചതില്ലേ? പക്ഷേ അത് ശീലിച്ച് കഴിഞ്ഞപ്പോൾ അതില്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറുന്നതനുസരിച്ച് പിന്നെ അതിൽ നിന്ന് പിന്നെ താഴോട്ട് പോകാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ കർത്താവ് പ്രത്യേകിച്ച് പ്രത്യേക ട്രെയിനിങ്, പ്രത്യേക കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ആക്കണം. അത് എല്ലാവരുടെയും മനുഷ്യൻ ശരീരം ഈ ജഡത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്കപ്പോൾ എന്ത് ചെയ്യത്തില്ല? വരുമാനത്തിന് ബാക്കി കാണത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ഓരോ സഭയെ ഓർപ്പിക്കുന്നത്. ഞാൻ ഈ ഭാഗങ്ങളെല്ലാം വായിച്ചില്ലേ? വരുമാനം കിട്ടുമ്പോഴേ അതിൽ നിന്ന് കർത്താവിന് വേണ്ടിയുള്ള ഒരു ശേഖരം എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. അതിനകത്ത് പല ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ആ കാര്യങ്ങൾ സഭയ്ക്കുള്ളത് സഭയ്ക്ക്, വേറെ പല ആൾക്കാർക്ക് ചെയ്യേണ്ടത് അതെല്ലാം സ്തോത്രം കർത്താവ് പറയും. എന്തുവായാലും ദേശത്തെ കർത്താവിൻ്റെ വേലയ്ക്കും കുറവ് വരില്ല, സഹോദരനും കുറവ് വരില്ല. അത് പരിശുദ്ധാത്മാവ് പറയും അതെങ്ങനെ ചെയ്യണം. അതെല്ലാം അങ്ങനെ തന്നെ എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. അത് ഇവിടെ അതുകൊണ്ട് എഴുതിയിരിക്കുന്ന 4-ാമത്തെ വാക്യത്തിൽ പറയുവാൻ, ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഓൾറെഡി ആത്മാവിൽ, നിങ്ങൾ ആത്മീയമായിട്ട് മറ്റുള്ള ഏരിയയിൽ എല്ലാവരും ഞാൻ വിശ്വാസത്തിൽ വളർന്നു, ഞാൻ ജീവിത വിശുദ്ധിയിൽ വളർന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ കുറവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നേ. പുറമേ ഉള്ളൊരു മാറ്റമേ ഉണ്ടായും. ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടായാൽ എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് പറയുന്ന ഇവിടെ കല്ല് പോലെ ഇരിക്കത്തില്ല. ആ വിഷയത്തിനും എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കും. പരിശുദ്ധാത്മാവ് പറയും, എന്നോടും പറയും, നിങ്ങളോടും പറയും. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് പറയും, അതനുസരിക്കും. നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്, അതിനായിട്ട് സ്തോത്രം. താഴോട്ട് എവിടെ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ ലജ്ജിച്ച് പോകാൻ ഇടവരില്ല. മക്കതോനിയ സഭ അവരുടെ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അവരിത്രയും ചെയ്തത്. അക്കായി സഭ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ക്ഷീണമുള്ള സഭകൾ, ഏരിയകൾ, പുതിയ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഇവരൊക്കെ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയൊക്കെ വിശ്വാസികൾ അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. കഴിഞ്ഞ നാളുകൾ നമുക്കും കേരളത്തിൽ അങ്ങനെ അല്ലായിരുന്നു. കുടുംബത്തിൽ നിന്ന് ഒന്നും കൊടുക്കാതെ പുറത്താക്കും. അവരെയൊക്കെ ദൈവദാസന്മാരാണ് അതിൻ്റെ ചിലവ് വഹിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്? അവരെ ആഹാരം, അവരെ താമസിക്കുക, അവർക്കുള്ള കാര്യങ്ങൾ, കൂട്ടായ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് ഈ ഇത്രയും കാര്യം സഭയെല്ലാം വളരുന്നു. 10 വർഷമായി, 15 വർഷം, 20 വർഷമായി ഈ ജാതി ഏരിയയിലെല്ലാം സഭകളുണ്ടാവുന്നു. പക്ഷെങ്കിൽ അവർ ഈ ഒരു ഏരിയയിലൂടെ അവർ പൂർണ്ണമാകുമ്പോഴാണ് കർത്താവിൻ്റെ വേലയിൽ കുറവ് വരാതിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട്. 5-ാമത്തെ വാക്യം, ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം മുമ്പുകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിക്കാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത് സങ്കടത്താലല്ല ചെയ്യേണ്ടതെന്ന് എഴുതിയിരിക്കുന്നത്. നോട്ട് ആസ് എ ഗ്രഡ്ജിങ് ഓബ്ലിഗേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെ 7-ാമത്തെ വാക്യത്തെ എഴുതിയിട്ടുണ്ട്. സങ്കടത്താലല്ല ചെയ്യേണ്ടത്. 2 പ്രാവശ്യമാണ് ഇവിടെ എൻ്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. നോട്ട് ഗ്രഡ്ജിങ്. അപ്പം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അനേകർ ഈ കർത്താവിന് വേണ്ടി മാറ്റി വെക്കുന്നത് എങ്ങനെയാണ്? സങ്കടത്താൽ. അയ്യോ കർത്താവ് ശിക്ഷിക്കുമല്ലോ, അയ്യോ പാസ്റ്റർ ഇവിടെ എന്തോലും ദൈവകൃപയിൽ ആരെയൊന്നും മീൻസ് ആരാ ഇട്ടതെന്നൊന്നും അറിയത്തില്ല. ഇട്ടാലും ഇട്ടില്ലേലും ഇവിടെ ഒരുപോലെ നിങ്ങളെ സ്നേഹിക്കും. കാര്യം ഞാനൊന്നും കാണുന്നുമില്ല, അറിയുന്നുമില്ല. എന്തോ വരുന്നത് ആ സഞ്ചി ആയതുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, ആ സഞ്ചിയുടെ സിസ്റ്റം. അത് സാധാരണ ഈ പള്ളിക്കാരൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് തോന്നി. ഞാൻ ആന്ധ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതാകുമ്പോൾ കുഴപ്പമില്ല, കൈ അതിൻ്റെ അകത്തോട്ട് പോയി ഇട്ടോ ഇട്ടില്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇട്ടില്ലേലും സ്തോത്രം, ഇട്ടാലും സ്തോത്രം. ചിലരൊക്കെ പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിയുന്നുള്ളൂ. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും, ഇട്ടാലും ഇട്ടില്ലേലും
ഒരുപോലെ നിങ്ങൾക്ക് വേണ്ടി കരുതും, നിങ്ങളെ സ്നേഹിക്കും. പക്ഷെ ആർക്കാ നഷ്ടം? ചെയ്യാത്തവർക്കാ നഷ്ടം. അത് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ഇനി ഞാനും എൻ്റെ ഭാഗം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ ഭാഗം പ്രാഗൽഭ്യത്തോട് പ്രസംഗിക്കുവാൻ കഴിയത്തില്ല. പിശാച് ആ ഏരിയയിലെല്ലാം എന്നെയും എൻ്റെ തലമുറയും എൻ്റെ ഓരോ വിഷയത്തിലും പിശാച് കയറി അറ്റാക്ക് ചെയ്യും. പിശാച് നോക്കിയിരിക്കുക ഒരു കാരണം, വേറെ ഏരിയകളൊന്നും ഇല്ലെങ്കിൽ ഒരു കാരണം നോക്കിയിരിക്കുക. ഇതൊരു പ്രധാന കാരണമാണ്. അത് സങ്കടത്താലല്ല ചെയ്യേണ്ടത്. 5-ാമത്തെ വാക്യത്തിൽ 3-4 പോയിന്റ് നമ്മൾ കാണുന്നു. സങ്കടത്താലല്ല, നേരത്തെ മാറ്റി വെക്കണം. സമയത്തിന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ കൈ കാണത്തില്ലെന്നേ പിശാച്. നമ്മളെല്ലാം അങ്ങോട്ട് പല ചെലവിലാലിട്ട് കുഴയ്ക്കുമല്ലേ. അപ്പം നമ്മുടെ കാണത്തിലാണ്. വരുമാനം കിട്ടുമ്പോഴേ മാറ്റി വെക്കണം എന്ന് 5-ാമത്തെ അധ്യായം കീപ് ബിഫോർ ഹാൻഡ് എന്ന് എഴുതി. കീപ് ദ ഗിഫ്റ്റ് ബിഫോർ ഹാൻഡ്, അല്ലെങ്കിൽ നേരത്തെ മാറ്റി വെക്കണം. ഇത് 6-ാമത്തെ വാക്യം. 6-7 വലിയൊരു മർമ്മം തന്നെയാണ്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇതാ ദൈവത്തിൻ്റെ പ്രോമിസ്. ലോഭമായി വിതയ്ക്കുന്നവൻ, നേരത്തെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് പിശുക്കി. എങ്ങനെ ഞാൻ ഓർക്കുന്നു, വേറെ ദേവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞെരടി എന്നൊക്കെ. പുള്ളി അത് ഹിന്ദിയിലാണ് പറഞ്ഞത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇങ്ങനെ ഞെരടി നമ്മൾ ഈ കൊച്ചു പിള്ളേരെ, കുഞ്ഞിലെ നമുക്ക് പിള്ളേരുടെ സ്വഭാവം അറിയാം. ചില കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തെങ്കിലും മോനെ അതിങ്ങ് തന്നെ, കുഞ്ഞിന് വലിയ ഇഷ്ടമുള്ളൊരു സാധനം, ഒരു കേക്കോ ഒരു ക്രീം ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ചെന്നിട്ട്, ഇനി അപ്പനോ അമ്മയോ ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ സ്വന്തം സഹോദരങ്ങളായിക്കോട്ടെ, വെളിയിൽ നിന്ന് വീട്ടിൽ വന്നൊരു ഗസ്റ്റ് ആയിക്കോട്ടെ, മോനെ അത് ഇച്ചിരി തന്നേന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അത് മുഴുവൻ എടുത്തങ്ങ് കൊടുക്കും. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ചിലർ ഓൾറെഡി ചിരിക്കുന്നുണ്ട്, ഞാൻ ചിലരെയൊക്കെ ഓർമ്മ വരുന്നു ചിലർക്ക്. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ആ ചോദിച്ച വ്യക്തി ചോദിച്ചല്ലോ എന്നായിപ്പോയി. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇത് നീ അങ്ങ് തിന്നോളാൻ പറയാൻ വിചാരിക്കും, ഇല്ലേ? കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കൊച്ചിലെ ആ കുഞ്ഞിൻ്റെ സ്വഭാവം എന്തുമായിരിക്കും? അതെല്ലാം പിന്നെ ദൈവസന്ധിയിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്വഭാവം, നമ്മുടെയൊക്കെ സ്വഭാവം ജനിക്കുമ്പോൾ ഒന്നാണെങ്കിലും പാരമ്പര്യ സ്വഭാവം ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വരുമ്പോൾ എന്തായിത്തീരും? കർത്താവിൻ്റെ സ്വഭാവം. അപ്പോൾ ആ കുഞ്ഞ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നീ ഇങ്ങനെ ഞെരടി കൊടുക്കുവാണെങ്കിൽ, പിച്ചി കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? നിനക്കും കർത്താവ് എന്ത് ചെയ്യും? നിൻ്റെ ആവശ്യങ്ങൾക്ക് കർത്താവ് ഇതുപോലെ പിടിച്ചോ മോനെ. ബൈബിളാ പറയുന്ന, നീ എങ്ങനെ കർത്താവിന് വേണ്ടി ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ നീതി നിൻ്റെ മേൽ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നത്. ഞാനും അത് ദൈവഭയത്തോട് മനസ്സിലാക്കണം, നിങ്ങളും ദൈവഭയത്തോട് മനസ്സിലാക്കണം. നമ്മളെല്ലാം ആ കാര്യത്തിൽ കറക്റ്റാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും ആ വിഷയത്തിൽ ഉപദേശിക്കുവാനും ഈ സഭ ആ വിഷയത്തിൽ മാതൃകയോട് നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അടുത്തത് 7-ാമത്തെ വാക്യത്തിൽ, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയേക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഓഹരി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എരിവ് വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനമെടുക്കും. ഞാനും വലിയൊരു പെർസെൻറ്റേജ് അങ്ങ് തീരുമാനമെടുത്ത്, എരിവില്ല തീരുമാനമെടുത്ത് ആദ്യ സമയത്ത്. അന്ന് ഭയങ്കര എരിവായിരുന്നു. പിന്നെ ഞാനും ചിന്തിച്ചു, അയ്യോ അത്രയും വരുമാനം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ, അത്രയും ഭാഗം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ മാനസികമായിട്ട് ചിന്തിച്ചു പോയി. ഉടനെ ഞാൻ അയ്യോ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ, മനുഷ്യനല്ലേ, ഞാനും മനുഷ്യനല്ലേ, നമ്മളെല്ലാവരും മനുഷ്യനല്ലേ. അപ്പം നമ്മളൊരു എമൗണ്ട് ദൈവസന്ധിയിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത തീരുമാനം അത് പാലിച്ചാലേ പറ്റും. അത് സങ്കടത്തോടുകൂടി ചെയ്യല്ല, സന്തോഷത്തോടുകൂടി ചെയ്താൽ കർത്താവും എന്ത് ചെയ്യും എഴുതിയിരിക്കുന്നത്? നമ്മളെ സന്തോഷത്തോടുകൂടി ഹൃദയംഗമായിട്ട് നമ്മളെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ നീതി 6-ാമത്തെ വാക്യത്തിൽ നീ കൊടുക്കുന്ന അനുസരിച്ചാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നീ പ്രാപിക്കുന്നത്. ഇത് സത്യമാണ് ദൈവമക്കളെ. ഞങ്ങൾക്കൊക്കെ അതല്ലാതെ വേറൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് പറയാൻ ഇല്ല. അത് സത്യമാണ്. അതുപോലെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇത് കൊടുക്കുന്നത് സങ്കടത്തോടു കൂടിയാണെങ്കിൽ ഒരു പ്രതിഫലവുമില്ല. സങ്കടത്തോടു കൂടിയാണെങ്കിൽ ഒരു പ്രതിഫലവുമില്ല. സന്തോഷത്തോടു കൂടിയാണെങ്കിൽ ദൈവവും നമ്മളെ ഹൃദയംഗമായിട്ട് സ്നേഹിക്കും. ആ വാക്യം ഒന്ന് തിരിച്ചിട്ടെ. സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ, സങ്കടത്തോടു കൂടിയാണെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കത്തില്ല. ഇതൊരു പ്രോമിസാണ്. ഇതൊക്കെ പ്രോമിസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്, നീ എങ്ങനെ ചെയ്യുന്നു, നീ എങ്ങനെ വചനത്തിന് വേണ്ടി നിൽക്കുന്നു, നീ എങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, കാശിൻ്റെ വിഷയം മാത്രമല്ല.
ഇവിടെ പറയുന്ന ഒരു ധർമ്മശേഖരത്തിൻ്റെ വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പുതിയ നിയമത്തിലെല്ലാം ഓർപ്പിക്കുന്നു. എല്ലാ വിഷയത്തിലും കർത്താവിന് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, നമുക്ക് ദൈവം എന്തൊക്കെ ലോകത്തിൽ തന്നിട്ടുണ്ടോ അതെല്ലാം കർത്താവിന് വേണ്ടി അവൈലബിളായി തീരണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവൈലബിളായി തീരണം. നീ എത്രത്തോളം ദൈവത്തിന് വേണ്ടി എരിവോടുകൂടി സന്തോഷത്തോടുകൂടി എല്ലാ വിഷയത്തിലും ദൈവത്തിന് വേണ്ടി നീ കൊടുക്കുകയും നീ അവൈലബിളായി തീരുകയും നിൻ്റെ സമയവും നിൻ്റെ ആരോഗ്യവും നിൻ്റെ കഴിവുകളും എല്ലാം നീ കൊടുക്കുന്നു, അതനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ നീതി നിൻ്റെ മേൽ. ഇത് വചനം പറയുന്നു, അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ പറയും, അതുകൊണ്ട് ഈ വ്യക്തി അവർ കൊടുക്കുന്നില്ലല്ലോ, എന്നിട്ടും അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് സാമ്പത്തികമായിട്ടുണ്ടല്ലോ. നിങ്ങൾ ജാതികളെ നോക്കുക. ഈ 18-ാം പടി കയറുന്നവർക്കും വേളാങ്കണ്ണി പോകുന്നവർക്കും മക്കയിൽ പോകുന്നവരും അവർക്കുണ്ടല്ലോ അതിലും സാമ്പത്തികമായിട്ട്. ഈ ലോകത്തിൻ്റെ പ്രഭു കൊടുക്കുന്ന നന്മയല്ല ഞാൻ പറഞ്ഞത്. അത് ആ കുടുംബത്തെ അവസാനം നശിപ്പിക്കുന്ന നന്മ, ആ ലോകത്തിൻ്റെ സമ്പത്ത്, അതല്ല ഞാൻ പറയുന്നത്. ദൈവം തരുന്ന നിത്യസമ്പത്തും ദൈവം ഭൗമികമായിട്ട് എന്ത് വിഷയം തന്നാലും അത് ദൈവം തരുന്നത് അതെന്നേക്കും നിലനിൽക്കും. അത് കുടുംബത്തിനും തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായിരിക്കും, അതൊരു നീതിയായിരിക്കും. സാത്താൻ അതിന് അവകാശം പറയുവാൻ കഴിയത്തില്ല. അത് ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതിന് ഭൗമികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ ദൈവം തരുന്നത് അങ്ങനത്തേതാണ്. ദൈവം തരുന്നതിനൊരു പ്രത്യേകത. ലോകത്തിൻ്റെ പ്രഭു തരുന്ന പോലുള്ള ഭൗമിക നന്മയല്ല ദൈവം തരുന്നത്. അത് ഒരു വാഗ്ദത്തത്തിൻ്റെ പുറത്താണ്, അതൊരു കണ്ടീഷൻ്റെ പുറത്താണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതനുസരിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് ചിരിച്ചുപോയി. കർത്താവ് പോലും പറഞ്ഞു, പിശുക്ക് കാണിക്കല്ല്. ഇതൊരു സാധാരണ ഭാഷയല്ലേ, പിശുക്ക് കാണിക്കല്ല് എന്ന് കർത്താവ് തന്നെ പറയുന്നു. അപ്പം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, ലോർഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇതൊക്കെ വചന സത്യങ്ങൾ. 8-ാമത്തെ വാക്യം ഇതൊരു കൃപയാണെന്നാണ് പറയുന്നത് അവിടെ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നിങ്ങൾ ഇതുപോലെ പണം എല്ലാ വിഷയവും ദൈവത്തിനു വേണ്ടി അവൈലബിളായി തീരുമ്പോൾ കൊടുക്കുമ്പോൾ അതൊരു വ്യക്തി കൃപയാണ് എഴുതിയിരിക്കുന്നത്. ആ കൃപ നിങ്ങൾ പ്രാപിക്കുകയും ധാരാളമായിട്ട് ആ കൃപ പ്രാപിക്കുകയും നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായി തീരും. ഇല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ഹാവ് എൻ അബൻഡൻസ് ഫോർ എവറി ഗുഡ് വർക്ക്, എ സഫിഷ്യൻസി ഇൻ ഓൾ തിങ്സ്. ഒന്നിനും കുറവില്ലാത്തവരായി, എല്ലാത്തിലും നിങ്ങൾക്ക് അധികമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ കൊടുക്കുവാനും ദൈവത്തിനു വേണ്ടി ചെയ്യുവാനും ദൈവത്തിനു വേണ്ടി നിൽക്കുവാനും ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ധൈര്യമായിട്ട് ദൈവത്തിനു വേണ്ടി വചനത്തിനു വേണ്ടി ഏത് വിഷയത്തിലും ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെ നിൽക്കുവാനും ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ വായിച്ചില്ല, ഇത് യേശുവിൻ്റെ മേലുള്ള കൃപയായിരുന്നു. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സുഖവും സന്തോഷമൊക്കെ വെടിഞ്ഞിട്ട് നമ്മളെ നേടുവാനായിട്ട് ഭൂമി വന്നു. ഇത് യേശുവിൻ്റെ മേലുള്ളൊരു കൃപയായിരുന്നു. ഇത് ഞങ്ങളുടെ മേലും ഉണ്ട്, ഇത് നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് കഴിഞ്ഞ ആഴ്ച അപ്പോസ്തലൻ ആ കൃപയെ പറ്റിയാണ് ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇല്ലേ ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എഴുതിയിട്ട് ആ താഴോട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയം നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊരു പ്രാർത്ഥനയാ അല്ലെങ്കിൽ ഇതൊരു വാഗ്ദത്തമാ എന്ന് നമുക്ക് പറയാം. നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി സർവവും സമർപ്പിക്കുവാണെങ്കിൽ, ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന ഇനി ഒരു അനുഗ്രഹമാണ്. Now may the Lord supply all your needs എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ റൈച്ചസ്നസ്. ഇതൊരു പ്രാർത്ഥനയാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഇതൊരു വാഗ്ദത്തമാണ്. പക്ഷേ ഇതിനൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ നേരത്തെ വായിച്ചത്. നീ ലോഭമായി കൊടുത്താൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ലേ, ഞാൻ 5 വിത്ത് നട്ടുള്ളെങ്കിൽ 5 ചെറിയ ചെടി വരും. പക്ഷേ ഞാനൊരു വലിയ സ്ഥലത്ത് കാര്യമായിട്ട് ഞാൻ 1/2 ചാക്ക് വിത്ത് നട്ടാൽ ഞാൻ എത്ര ചാക്ക് കൊയ്യും? ട്രാക്ടർ വേണം, ടൺ കണക്കിന് നെല്ല് ഞാൻ കൊയ്യും. അതനുസരിച്ചുള്ള ഫലം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും, ഞാനത് അനുഭവിക്കും എന്ന് വളരെ വ്യക്തമായിട്ട്. നീ ലോഭമായിട്ട് കൊയ്താൽ, വിതച്ചാൽ നീ ലോഭമായിട്ടേ കൊയ്യത്തുള്ളൂ. പക്ഷേ നീ ധാരാളമായിട്ട് വിതച്ചാൽ, അതെല്ലാ വിഷയത്തിലും, പണം മാത്രമല്ല. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്,
ഒത്തിരി ചില ആൾക്കാരുണ്ട്, ഒത്തിരി പറയും, ഞാനങ്ങ് നിൽക്കും, ഞാനങ്ങ് ദൈവത്തിന് വേണ്ടിയാണ്, കംപ്ലീറ്റ്ലി ദൈവത്തിന്. പക്ഷേ സമയം വരുമ്പോൾ ദേ നോട്ട് അവൈലബിൾ. സമയം വരുമ്പോൾ 100 എക്സ്ക്യൂസസ്. സമയം വരുമ്പോൾ നമ്മുടെ കാര്യമാണ് മുൻപിൽ. അങ്ങനെ ഒത്തിരി 100 കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, 100 കണക്കിന് ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തീരുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. സമയം വരുമ്പോൾ കർത്താവ് ചോദിക്കും, കർത്താവ് വിളിക്കും, കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, കർത്താവ് പറയും. ആ സമയത്ത് അയ്യോ കർത്താവേ, ഐ എം നോട്ട് പ്രിപ്പയർഡ്, അയ്യോ എൻ്റെ കയ്യിലില്ല, അല്ല എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ് ലിസ്റ്റിൽ നിന്ന് വിട്ടു, അറിയാമോ? ഇത് നിത്യത വരെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം ദൈവം നിന്നെ സ്നേഹിക്കത്തില്ല, ദൈവത്തിൻ്റെ നീതി നിൻ്റെ മേൽ ഉണ്ടാകത്തില്ല. ഈ വാക്യപ്രകാരം വളരെ വ്യക്തമായിട്ടല്ല, ദൈവം നിന്നെ സ്നേഹിക്കത്തില്ല, ദൈവത്തിൻ്റെ നീതി നിൻ്റെ മേൽ ഉണ്ടാകത്തില്ല. പിന്നെ ദൈവം സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണോ സ്വർഗത്തിൽ കർത്താവിനെ മണവാട്ടിയാക്കി തീർക്കാൻ പോകുന്നത്? ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാഹളം ഊതുമ്പോഴേ അറിയത്തുള്ളൂ എന്നുള്ള സത്യമാണ്. വിധിക്കാൻ നമ്മൾ ആരുമല്ല. കർത്താവ് നീതിയുള്ള ജഡ്ജാണ്. അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഇതൊരു അനീതിയുള്ള നീ മാമോൻ വിഷയത്തിൽ നിൻ്റെ അനീതി വന്നാൽ എന്നാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നിത്യത വരെയും നഷ്ടപ്പെടുന്ന കാര്യമാണ്. കാര്യം ഞാൻ പറഞ്ഞു, ദ്രവ്യാഗ്രഹം ഈ കൊരിന്ത്യ സഭ ഇവർ ആത്മീയമായിട്ട് മറ്റുള്ള ഏരിയയിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഈ കൊടുക്കുന്ന വിഷയത്തിൽ മക്കതോനിയ സഭ, അക്കായ സഭ അവരൊക്കെ നല്ല ആത്മീയ എരിവിൽ നിൽക്കുന്നു, ആത്മാവിനാൽ നടത്തപ്പെടുന്നു. ഈ ഒരു വിഷയത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭ 4-ാമത്തെ വാക്യത്തിലൊക്കെ പറഞ്ഞത്, ഞങ്ങൾ ലജ്ജിച്ച് പോകല്ലേ, നിങ്ങളെപ്പറ്റി ഞങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, ലജ്ജിച്ചു പോകല്ലേ. യെസ്, താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ആ 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം. ആരാണ്? ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങളിൽ നൽകുന്നത് ആരാണ്? സാത്താൻ കൊടുക്കുന്ന സമ്പത്ത് നിലനിൽക്കത്തില്ല ദൈവമക്കളെ. നിങ്ങൾ മനസ്സിലാക്കുക. ഒത്തിരി ചാത്തൻ സേവക്കാർ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നേരത്തെ വന്നിട്ടുണ്ട്. കടം കയറി 1.5 കോടി 2 കോടിയൊക്കെ കടം കയറി എക്സ്പോർട്ട് ബിസിനസ്സും അതും ഇതുമൊക്കെ ചെയ്ത് കടം കയറി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹിന്ദു കുടുംബം വന്നിട്ടുണ്ട്, ഒരു യാക്കോബ കുടുംബം വന്നിട്ടുണ്ട്. പലരുടെയും കാര്യങ്ങൾ എനിക്ക് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ റിലേറ്റീവ്സ് തന്നെ, പ്രത്യേകിച്ച് ആ സൈഡിലൊക്കെ റിലേറ്റീവ്സ്, അവരെല്ലാം ബിസിനസ്സുകാരായതുകൊണ്ട് അവർ ചാത്തന് കൊടുക്കുന്ന ഒരു സിസ്റ്റം അപ്പനപ്പൂപ്പന്മാർക്ക് തൊട്ടുണ്ട്. അതിനി ചാത്തന് കൊടുത്താലും പരിമലയ്ക്ക് കൊടുത്താലും വേളാങ്കണ്ണിക്ക് കൊടുത്താലും ഇതെല്ലാം പേര് വേറെയാന്നേ ഉള്ളൂ. എല്ലാ സഭക്കാർക്കും ഓരോ ആൾക്കാർക്കും കൊണ്ട് യാക്കോബക്കാർ ഓർത്തഡോക്സായിട്ട് ചോദിച്ചാൽ അവർ പറയും പരിമലയെ കൊണ്ട് അവർ നേർച്ച കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സുകാർ സ്ഥിരം ചെയ്യുന്നതാണ്, ബിസിനസ്സിന് ഭയങ്കര വർധനവാണെന്നാണ് പറയുന്നത്. വേളാങ്കണ്ണിക്കാർ പറയുന്ന ചില ബിസിനസ്സുകാർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും വണ്ടി ഓടും. ഒരാൾ പറഞ്ഞു എൻ്റെ വണ്ടി അതിന് വേണ്ടി ഓടാനിട്ടിരിക്കുവാണ്. പുള്ളി പോയില്ലെങ്കിലും ആൾക്കാരെയും കൊണ്ടുപോകും വേളാങ്കണ്ണിയിൽ. പുള്ളി ബിസിനസ്സിൽ ഇവിടെ ഇരുന്നാൽ പോലും അത് മതിയെന്നാണ് പറയുന്നത്. ബിസിനസ്സിന് ഭയങ്കര ഈ പിശാച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവരെ കൊണ്ടുവന്ന് കൊടുമുടിയിൽ നിർത്തും. ആ വീഴ്ച ഉണ്ടല്ലോ, അത് ചെറിയ വീഴ്ചയല്ല, അത് ലജ്ജിച്ചവരെ നാണം കെട്ട് അവർ വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചിലർ അതുകൊണ്ട് വിശ്വാസത്തിൽ വരും. അതിന് ദൈവത്തിന് സ്തോത്രം. 100 പേരിലല്ല 1000 പേരിൽ ഒരാളൊക്കെ അങ്ങനെ വരുന്നുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും ആ കുടുംബം മുടിഞ്ഞു പോയി ഇല്ലാതായി, കുഞ്ഞുങ്ങളൊക്കെ പെരുവഴിയിലായി പോകുന്നത് അനേക കുടുംബങ്ങൾ ഞങ്ങൾക്കറിയാം. അനേക കുടുംബങ്ങൾ അത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് നിർത്തിക്കഴിഞ്ഞാൽ, ആ നേർച്ച കൊടുപ്പ് നിർത്തിക്കഴിഞ്ഞാൽ അത് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. അത് പിശാച് കയറി അങ്ങ് കളിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള പല വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പിശാച് കയറി നമ്മളോട് ഭയങ്കര ശക്തമായി പോരാടുന്നൊക്കെ കഴിഞ്ഞ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പിശാച് അതിന് ഈ ശബരിമലയാണെങ്കിലും മക്കയാണെങ്കിലും എവിടെ ആണെങ്കിലും ബിസിനസ്സുകാർ കൊണ്ട് നേർച്ച കൊടുക്കുമ്പോൾ, പിശാചിന് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. പിശാച് കൊടുക്കുന്നുണ്ട്, ലോകത്തിൻ്റെ പ്രഭു അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് പോലല്ല ദൈവം കൊടുക്കുന്നത്. സാത്താൻ ആരെയും നന്നാക്കാൻ കൊടുക്കത്തില്ല. സാത്താൻ കൊടുക്കുന്നത് ഒരാളെ മുടിക്കുവാനാണ്. അനീതിയുടെ പണത്തിൻ്റെ ഓഹരി നമുക്ക് വേണ്ടാന്നേ. അത് ഒരിച്ചിരി നമ്മുടെ കുടുംബത്തിൽ കിടന്നാൽ അത് ആ തലമുറയും ആ കുടുംബത്തെയും നശിപ്പിക്കും. ദൈവം സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കർത്താവ് എങ്ങനാണേലും എന്ത് ചെയ്യും? അനീതിയുടെ പണമെല്ലാം പുറത്ത് കൊണ്ടുപോകും. അത് കളയും നമ്മുടെ കുടുംബത്തിൽ. ദൈവം ചെയ്യുന്നൊരു ശുദ്ധീകരണമാണ്. കാരണം എന്നാണെന്നറിയാം, ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി ദൈവമാണ്. ഇവിടെ ഈ വചനത്തിൽ നമ്മൾ വായിച്ചില്ലേ, ആരാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നത്? സാത്താനൊന്നും അല്ല. സാത്താൻ ലോകത്തിൻ്റെ പ്രഭു. ധനമുണ്ട് സാത്താൻ്റെ കയ്യിൽ. ലോകത്തിൻ്റെ കൺട്രോൾ ഇപ്പം അവൻ്റെ ഉണ്ട്. ലോകത്തിൻ്റെ ധനം തൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആർക്കും ആഹാരം സാത്താൻ കൊടുക്കത്തില്ല. ആർക്കും നന്മ സാത്താൻ ചെയ്യത്തില്ല. ഇവിടെ എഴുതിയിട്ടില്ലേ, ദൈവമാണ് ഹീ ഹൂ സപ്ലൈസ്. ഒന്നുകൂടെ 10-ാമത്തെ വാക്യത്തിൽ തുടക്കം വായിച്ചേ.
അതാരാ? വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം. വിതയ്ക്കാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്ന ആ വലിയവനായ ദൈവം സഭയെ അനുഗ്രഹിക്കുക. എന്ത് ചെയ്യട്ടെ? വിധേയം നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ ഈ പ്രയത്നങ്ങളെല്ലാം കർത്താവ് ഫലവത്താക്കട്ടെ. നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ അനീതിയുടെ വിളവ് വർദ്ധിക്കത്തില്ല, നിങ്ങളുടെ നീതിയുടെ വിളവ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തോണം, കള്ളത്തരത്തിൽ കൂടെ ഉള്ളൊരു പണം വേണ്ടാന്നേ. ഭയങ്കര അട്രാക്ഷനാണ്. ഈ ഒരു ഇച്ചിരി ഒന്ന് കള്ളത്തരം കർത്താവിനോട് ഇച്ചിരി ക്ഷമ ചോദിച്ചാൽ പോരെ, കുഴപ്പമൊന്നും. നോ, അനീതിയുടെ പണം അത് നന്മയായി തീരത്തില്ല, അതിൻ്റെ 10 ഇരട്ടി കയ്യിൽ നിന്ന് പോകും. അത് വേണ്ട. അത് അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാ വ്യക്തമാക്കിയിരിക്കട്ടെ, നിങ്ങളുടെ നീതിയുടെ ഫലം അത് കർത്താവ് എന്ത് ചെയ്യും? മേ ദ ലോർഡ് ഇൻക്രീസ്. പ്രൈസ് ലോർഡ്. അവിടെ നിന്ന് നമുക്ക് ഒത്തിരി മർമ്മങ്ങൾ മനസ്സിലാകും. ഇനി എൻ്റെ 14ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചു. ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ. എൻറിച്ച്ഡ് ഇൻ എവറിത്തിങ്, സകലത്തിലും സമ്പന്നന്മാർ. ഈ വാക്യമൊക്കെ ബ്രാക്കറ്റ് ഇട്ട് എത്ര പേരാണെന്നറിയോ തെറ്റിച്ച് പഠിപ്പിക്കുന്നത്? സകലത്തിലും സമ്പന്നർ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ദാറ്റ് യു ബി എൻറിച്ച്ഡ് ഇൻ എവറിത്തിങ്. പണത്തിൽ മാത്രമല്ല, സകലത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറവ് വരുവാൻ, സകലത്തിലും നിങ്ങൾ ആ പൂർണ്ണതയിൽ വരുവാൻ, സകലത്തിലും നിങ്ങൾ കുറവില്ലാത്തവരായി തീരുവാൻ. That you may be enriched in everything and you give thanks to the Lord. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഓ, പ്രൈസ് ദി ലോർഡ്. സീ, ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ നീതി അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ എത്തിക്കുന്നത് എവിടെ? അൾട്ടിമേറ്റ്ലി നമ്മളെ എത്തിക്കുന്നത് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടതിനായി ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമളി അരുളും. നീ എന്നെ എന്ത് ചെയ്യും? അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതും അവിടെ മാത്രമേ ആ നീതിയുടെ വർധനം ഉണ്ടാകത്തുള്ളൂ. അത് അവസാനം നമ്മൾ ദൈവത്തിന് ഒരു നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം കരയറ്റി, താങ്ക്സ് ഗിവിങ്. ഇപ്പം മനസ്സിലായോ? ദൈവം നമ്മളെ നടത്തുന്ന ഈ അന്നന്ന് നടത്തുന്ന ആ നടത്തിപ്പ് എത്ര ശ്രേഷ്ഠമായില്ലേ? അന്നന്ന് നടത്തുന്ന ആ നടത്തിപ്പ് നമുക്കെല്ലാം അറിയാം. നമ്മുടെ കാര്യങ്ങൾ കൊണ്ടല്ല നടക്കുന്നത്, നമുക്കറിയാം. പക്ഷേ കർത്താവ് കുറവില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എന്നെ ഉൾപ്പെടെ, കുറവില്ലാതെ ആവശ്യം വരുമ്പോൾ കർത്താവ് നമ്മുടെ എന്ത് ചെയ്യും? എവിടെ നിന്നൊക്കെയോ കർത്താവ് അറേഞ്ച് ചെയ്യും, ഇല്ലേ? ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുള്ള. ഇനി ഒരു മാസം അത്രയും ആവശ്യമില്ലെങ്കിൽ അത്രയും അറേഞ്ച്മെൻറ്റ് കാണത്തില്ല. അടുത്ത മാസം ഇച്ചിരി കൂടുതൽ ആവശ്യമാണോ? ദൈവത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ, അവിടെ എല്ലാം ആ നീതിയുള്ള കാര്യങ്ങൾ മാത്രം. 12 വായിച്ചോ. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ. നിങ്ങൾ ഈ കൊടുക്കുന്ന കൊടുപ്പ് 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഇത് വിശുദ്ധന്മാരുടെ കുറവ് തീർക്കും, അതേ സമയത്ത് ദൈവത്തിന് വലിയ സ്തോത്രത്തിന് കാരണമായി തീരേണ്ടതിന്. ഇത് വെറും ഒരു പണം കൊടുക്കൊന്നും അല്ല. ഇത് വെറും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മൾ ദൈവത്തിൻ്റെ അവൈലബിൾ ആണ്. ഇതെല്ലാം നിമിത്തം അവസാനം ദൈവനാമം മഹത്വപ്പെടും. ദൈവത്തിന് അനേകർ സ്തോത്രം കരയറ്റുകയും നമ്മളും സ്തോത്രം കരയറ്റുകയും കാരണമായി തീരേണ്ടതിന്. 14 വായിച്ചോ. ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 14ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതൊരു അതിമഹത്തായ ദൈവകൃപയാണ്, എക്സീഡിങ് ഗ്രേസ്. നേരത്തെ നമ്മൾ വായിച്ചു ഇതൊരു ഗ്രേസ്. 8ാമത്തെ വാക്യത്തിൽ വായിച്ചു ഈ ഒരു കൃപ നിങ്ങളിൽ പെരുകട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നു ഇതൊരു വലിയ കൃപയാ. കൃപയുള്ളവനെ ചെയ്യുവാൻ പറ്റത്തുള്ളൂ, കൃപയില്ലാത്തവന് 100 എക്സ്ക്യൂസാ. ഹല്ലേലൂയ. കൃപയുള്ളവൻ ചെയ്യട്ടെ, അവൻ്റെ മേൽ 10ാമത്തെ വാക്യം പറയുന്ന പോലെ ദൈവത്തിൻ്റെ നീതി അവൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും എല്ലാ വിഷയത്തിലും കുറവില്ലാത്തവരായി തീരുന്നത് പോലെ തന്നെ ഈ വിഷയത്തിലും. എന്നിട്ടാണ് താഴെ പറയുന്നത് ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ല, എങ്ങും കുറവില്ലാത്തവണ്ണം, അങ്ങോട്ടൊന്നും ഇവിടുന്നും, അത് സഹോദരങ്ങളുടെ മധ്യത്തിലും ദൈവദാസന്മാരുടെ മധ്യത്തിൽ സഭകളുടെ മധ്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന പോലെ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യും. ഇതൊരു ശുശ്രൂഷയാണ്. ഇത് ഞാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ന ചെയ്യും, ഇന്ന മാസം ഇന്ന ചെയ്യും. നോ, ഇതൊരു ശുശ്രൂഷയാകുമ്പോൾ ഇത് പരിശുദ്ധാത്മാ പ്രേരണയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കരയറ്റുകയും അവസാനം ഈ അധ്യായം നിർത്തുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെയൊക്കെ നടത്തുന്ന കർത്താവിൻ്റെ വിധങ്ങൾ ഓർത്താലേ ഒരു നല്ലൊരു പാട്ടുമില്ലേ? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം
ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവത്തിന് ഈ വാക്യപ്രകാരമായില്ലേ, ഇതൊരു കൃപയാണ്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ദയയും പിശാചിന് അവകാശം പറയാൻ ഒരു ഏരിയയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ വിഷയത്തിലും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ മുമ്പോട്ട് പോകാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ.